വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ മോശം പെരുമാറ്റം ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കണമെന്ന് സുപ്രീംകോടതി. വിമാനയാത്രയ്ക്കിടെ മദ്യപിച്ചെത്തിയയാൾ ദേഹത്ത് മൂത്രമൊഴിച്ചതിനെതിരെ 72കാരി നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. ഷബ്ന സിദുന, ഷബ്ന, എന്തൊക്കെയായിരുന്നു കോടതി നിർദ്ദേശങ്ങൾ? 22 എയർ ഇന്ത്യ വിമാനത്തിൽ വെച്ച് മദ്യപിച്ചെത്തിയ ഒരാൾ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചതുമായി ബന്ധപ്പെട്ട് 72കാരിയായി സ്ത്രീ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പരിഗണിച്ചത്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ക്രിയാത്മകമായ നടപടി വേണം എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് വിശ്വനാഥൻ സുപ്രീംകോടതി ജഡ്ജിയായ ജസ്റ്റിസ് സൂര്യകാന്തിനൊപ്പം ഉള്ള യാത്രക്കിടെ മദ്യപിച്ചെത്തിയ യാത്രക്കാരുണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. മദ്യപിച്ചെത്തിയ 2 പുരുഷ യാത്രക്കാരിൽ ഒരാൾ ടോയ്ലറ്റിൽ കയറി വാതിലടയ്ക്കുകയും വാതിൽ തുറക്കാതെ വന്നപ്പോൾ പിന്നീട് സഹയാത്രികരാണ് ഈ വനിതാ ജീവനക്കാരെ, അതായത് വിമാനത്തിലെ വനിതാ ജീവനക്കാരെ സഹായിച്ചത്. മറ്റൊരാൾ വിമാനത്തിനുള്ളിൽ ഛർദ്ദിച്ചുവെന്നും കോടതി തന്നെ പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. അതിനാൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഉചിതമായ പരിഷ്കരണം, അതായത് യാത്രക്കാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഉചിതമായ പരിഷ്കരണം വേണം എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രക്കിടെ 72കാരിയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച ശങ്കർ മിശ്ര എന്നയാളെ അന്ന് ഡൽഹി പോലീസ് ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് 4 മാസത്തേക്ക് ഇദ്ദേഹത്തിന് വിമാനയാത്ര വിലക്കുകയും ചെയ്തിരുന്നു. ഈ കേസാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഓക്കെ ഷബ്ന, വ്യക്തമാണ്.